സി.ഐ.ഡി. മൂസ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ കഴിഞ്ഞ് അസോസിയേറ്റ് ഡയറക്ടറായി. ഞാനൊരു ഉദയവർ സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ദിലീപ് എന്നോട് ചോദിക്കുന്നു, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്, നീ പടം ചെയ്യുന്നില്ലടാന്ന് ചോദിക്കും. അപ്പം ദിലീപ് ഞാനുമായിട്ട് ഏറെക്കുറെ ഒരു കൊല്ലത്തെ ഗ്യാപ്പേ ഉള്ളൂ. ദിലീപ് കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, ഞാൻ തുളസിദാസ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. എനിക്ക് മുമ്പേ വന്ന ആളാണ് ദിലീപ്. പക്ഷേ ഞങ്ങൾ ഉമാലോട്ട് വെച്ചൊക്കെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ദിലീപിൻ്റെ അതിന് മുമ്പ് 2-3 പടങ്ങൾ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. മായപ്പന്മാൻ അങ്ങനെ ഇഷ്ടമായിരുന്നു. ഉദയവർ സുൽത്താൻ്റെ സമയത്താണ് എന്നോട് ചോദിക്കുന്നത്, നീ ഡയറക്റ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പോയി ചോദിച്ചു, നിങ്ങളൊക്കെ ഡേറ്റ് തരണ്ടേ? അപ്പോൾ ഞാൻ ഡേറ്റ് തരടാ, നീ സബ്ജക്റ്റ് പ്ലാൻ ചെയ്യാൻ പറയും. അപ്പോൾ അന്ന് തിരക്കഥാകൃത്തുകളായിരുന്ന ആ സിനിമയുടെ തിരക്കഥാകൃത്തുകളായിരുന്ന ഉദയനും ശ്രീബിയും ആ സെറ്റുണ്ട്. അവരുടെ ഡോഗ് ട്രെയിനറുടെ കഥ എനിക്കറിയാമായിരുന്നു. അങ്ങനെ ആ ഡോഗ് ട്രെയിനറുടെ കഥ ഞാനിങ്ങനെ ദിലീപിനോട് സൂചിപ്പിക്കുന്നു, വർക്ക് ചെയ്യാം എന്ന് പറയുന്നിട്ട് പോകുന്നു. ഞാൻ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഉദയനും ശ്രീബിയും എഴുതാൻ എവിടെയെങ്കിലും എനിക്ക് ഇച്ചിരി പൈസ ആകുമ്പോൾ കൊണ്ട് ഇരുത്തുന്നു. അപ്പോൾ അവർക്കന്ന് ഈ പറഞ്ഞ തിരക്കൊന്നും ഇല്ലാത്ത സമയം. അപ്പോൾ അവരെ ഞാൻ വിളിച്ചുകൊണ്ടേ വരും. അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്നിൽ, ഈ പ്രൊജക്റ്റ് നടന്നേക്കാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 2 കൊല്ലം ഞാൻ ഈ വേറെ പുറത്ത് വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ദിലീപിൻ്റെ പറക്കും തളിക വരുന്നത്. പറക്കും തളിക അസോസിയേറ്റ് വേണമെന്നുണ്ട് ഞാൻ പോയി അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുവിധ ഓർഡറൊക്കെ ആയി വരുന്നുണ്ട്. മൂസയുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പേര് മാത്രം ഇട്ടിട്ടില്ല. പിന്നീടാണ് പറക്കും തളിക ചെയ്ത് കുഞ്ഞിക്കോനും ചെയ്ത് എൻ്റെ കല്യാണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണത്തിന് പ്രീ മാരേജ് കോഴ്സ് കൂടുമ്പോൾ എൻ്റെ ചേട്ടൻ വന്നിട്ട് പറയണത്, ദിലീപ് വിളിച്ചു തന്നു, നീ അർജൻറ്റായിട്ട് വിളിക്കണം. അങ്ങനെ ഞാൻ ദിലീപിനെ വിളിക്കുന്നു. ദിലീപ് പറഞ്ഞിടാ ആ പ്രൊജക്റ്റ് ജലീൽക്ക ചെയ്യാവുന്ന ഏറ്റാണ്. അപ്പോൾ ജലീൽക്ക പിന്നെ മാറുകയായിരുന്നു. ആ പ്രൊജക്റ്റ് ഞാൻ ചെയ്യാം, നമുക്ക് സി.ഐ.ഡി. മൂസ എന്ന് പേരിടാം എന്ന് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ സി.ഐ.ഡി. മൂസ എന്ന സിനിമയിലേക്ക് കടക്കുന്നത്. ഒരു വലിയ സംഭവമായി. തീർച്ചയായും. അപ്പോൾ ഈ 2 പട്ടികളുണ്ടല്ലോ അതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, ഇതിനെ എവിടെ തല്ലിക്കൂട്ടി? മെയിൻ ഡോഗ് മദ്രാസിൽ നിന്നായിരുന്നു. അവരോട് തന്നെ വന്ന പട്ടിയാണ്. മറ്റേ പോമറേനിയൻ ജൂലി എന്നൊരു പട്ടിയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ, ഇതിനകത്ത് ഒരു അത്ഭുത പട്ടിയുണ്ട്. അതായത് ഷൂട്ടിംഗ് ഡേയ്സ് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നു. ദിലീപാണ് നിർമ്മാതാവ്. കോസ്റ്റ് കൂടുന്നതിൻ്റെ പ്രശ്നമുണ്ട്. കാരണം നിസ്സാരമായിട്ട് എടുക്കാവുന്ന സിനിമയല്ലത്. ഇപ്പോൾ ഒന്നുമില്ലാത്ത സിനിമയ്ക്ക് 100-150 ദിവസം എടുക്കും. അത്രയും ഫിലിമിലാണ് ഷൂട്ട്, മോണിറ്ററില്ല, ഒരുപാട്. ഇന്നത്തെ ഒരു സാഹചര്യവും ഇല്ലല്ലോ അന്ന്. അപ്പോൾ രാവിലെ ആ ദിലീപ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പട്ടി കാട്ടിൽ കയറുന്ന പറഞ്ഞിട്ട് അർജുൻ പുറകെ കാട്ടിൽ കയറി ആ പോർഷൻ എടുക്കേണ്ടത്. പക്ഷെ നമുക്ക് മറ്റേ പട്ടി ആയിട്ടില്ല. രാവിലെ ദിലീപ് 8 മണിക്ക് എത്തുമെന്ന് പറയാം എക്സസൈസ് പോർഷൻ. അപ്പം സാലുവേട്ടൻ ക്യാമറമാൻ പറയുന്നു, നമുക്ക് ബാക്ക് ലൈറ്റിൽ തന്നെ എടുക്കാമെന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്കും മാനേജർമാർക്കും എൻ്റെ അസോസിയേറ്റ്സിനും ഒക്കെ അറിയാം മറ്റേ പട്ടി ആയിട്ടില്ല. ഞാൻ പറയാം അങ്ങോട്ട് പോകാം, ബാക്കി ഷോട്ടില്ല, ബാക്കി അങ്ങ് എടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. ദിലീപും പട്ടിയും കൂടെ എക്സസൈസ് ചെയ്യുന്ന എടുക്കുന്നു. മറ്റേ പട്ടി കയറുന്ന കണ്ടിട്ട് ലുക്കിട്ടിട്ട് ഈ പട്ടി ഔട്ട് പോകുന്ന എടുക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ആ മറ്റേ പട്ടി തിരിച്ചു വരുന്ന എടുക്കുന്നു. പട്ടിയുടെ പോർഷൻസ് വിട്ടേക്കുക, മറ്റേ പട്ടി കിട്ടിയിട്ടില്ല. ഞാൻ പയ്യെ ബ്രേക്ക് ചെയ്യാൻ പറയും. ബ്രേക്ക് ചെയ്തു. നമ്മളിങ്ങനെ എന്ത് ചെയ്യും? ഇത് എടുത്തില്ല ദിലീപ്, എനിക്കറിയാം ദിലീപ് ചൂടാവും. കാരണം വെറുതെ ഇനി അത് ഒന്നോടെ വരണമല്ലോ. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം. ഞാനിങ്ങനെ ചുമ്മാ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഒരാളൊരു മിലിറ്ററിക്കാരനാണെന്ന് തോന്നുന്നു, ഒരു പട്ടിയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു ദൂരെ. ഞാൻ പറഞ്ഞത്, തോമസ് ആ പട്ടിയെ കിട്ടുമെന്ന് ചോദിക്കാൻ. അയാളോട് ചെന്ന് ചോദിച്ചോണ്ടാ, പിന്നെന്താ ആ പട്ടിയോട് കറക്റ്റാ കാട്ടിൽ കയറി പട്ടി എന്ന് പറയുമ്പോൾ അത് കാട്ടിൽ കയറുക. അതിന് പറഞ്ഞ അർജുൻ കയറുന്നു. തിരിച്ച് ഈ പട്ടി ആദ്യം ഇറങ്ങി ഓടുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു നിമിത്തമാണ്. അർജുൻ ഭയങ്കര മിടുക്കനായിരുന്നു. കാരണം അതിൻ്റെ ട്രെയിനേഴ്സും അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ മൂസയിൽ നമ്മൾ മനുഷ്യരായിട്ടുള്ള മറ്റു താരങ്ങളോട് നന്ദി പറയുന്നതിനൊപ്പം അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ നന്ദി പറയണം. ഈ പവനായി വളരെ പ്രസിദ്ധമായ ക്യാരക്ടറാണല്ലോ ക്യാപ്റ്റൻ രാജുവിന്റെ. അപ്പൊ അതിന്റെ വേറൊരു വെർഷൻ സി.ഐ.ഡി. മൂസയിൽ അവതരിപ്പിച്ചു അല്ലേ? കരംചന്ദ്. അതെന്തായിരുന്നു സാഹചര്യം? രായിച്ചാനും ഞാനും ഒക്കെ നല്ല ബന്ധമായിരുന്നു. അപ്പം ഈ സിനിമ ആ കഥാപാത്രം വന്നപ്പോൾ വേറൊരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്ത്. അപ്പൊ എന്നോട് രാജാൻ പറയായിരുന്നു, മോനെ എന്തെങ്കിലും ഉണ്ടെ പറയണ ഹ്യൂമറൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു രാജാന് കിട്ടിയാൽ നല്ലതായിരിക്കും. ശരി, രാജാൻ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നുമല്ലോ ഒരു. പിന്നെ പവനായുടെ ഒരു പിൻബലമുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അപ്പം കരണം ചന്തക്കോല എന്ന് പേരിടുന്നു. കരംചന്ദ്, ഞാൻ കരണം ചന്തക്കോല എന്ന് പേരിടുന്നു.